ഹോളിസ്റ്റിക് ട്രഷർ ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കീഴാർനെല്ലിയുടെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്. കീഴാർനെല്ലി നമ്മുടെ പറമ്പിലും തൊടികളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. നിരവധി അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രത്യേക മരുന്ന് തന്നെയാണ് കീഴാർനെല്ലി. കീഴാർനെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇത് കാണാൻ വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു സസ്യമാണെങ്കിലും ഇതിൽ ധാരാളം അമൂല്യമായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടികളുടെ തന്നെ രാജാവായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് മൂത്രാശയ രോഗങ്ങൾക്ക് ഇതിൻ്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കീഴാർനെല്ലിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തിന് വളരെ നല്ലൊരു മരുന്നാണ്. സാധാരണ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള കീഴാർനെല്ലി പ്രമേഹ രോഗത്തിന് വളരെ ഉത്തമമാണ്. ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവിനും ശരീരത്തിൻ്റെ ഉള്ളിലെ വ്രണങ്ങൾ ഉണങ്ങാനും കീഴാർനെല്ലി ആയുർവേദത്തിൽ ധാരാളം ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ കാച്ചുന്ന എണ്ണയിൽ പ്രധാന ചേരുവയായിട്ട് കീഴാർനെല്ലി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കീഴാർനെല്ലി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു സസ്യമാണ്. ഒരു കീഴാർനെല്ലി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു എണ്ണ കാച്ചുന്ന വിധത്തിനെ കുറിച്ച് ഞാനിവിടെ വിവരിക്കുകയാണ്. കീഴാർനെല്ലി സമൂലം എന്ന് വയ്ക്കുമ്പോൾ വേര്, ഇല, പൂവ്, തണ്ട്, കായ് എടുത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എണ്ണ കാച്ചിയെടുത്ത് അത് അരിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഈ എല്ലാ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള കീഴാർനെല്ലി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങളെയും മാറ്റി മെയിനായിട്ട് ലിവറിൻ്റെ എല്ലാ രീതിയിലുള്ള ലിവറിൻ്റെ അസുഖങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ സസ്യം. ഈ സസ്യം നമ്മുടെ എല്ലാവരുടെയും വീട്ടുവളപ്പിൽ നമ്മളറിയാതെ തന്നെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് അല്ലാതെ തന്നെ ഒരു അസുഖങ്ങൾ ഇല്ലെങ്കിൽ പോലും തന്നെ ഇത് സമൂലമെടുത്തിട്ട് കഷായം വെച്ച് കുടിക്കുന്നത് ശരീരത്തിനും ഉന്മേഷത്തിനും രോഗങ്ങളുടെ ശാന്തിക്കും അതേപോലെ എല്ലാത്തിനും വളരെ ഉത്തമമാണ്. ഈ ചാനൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.